ഗായ്സ്, എന്തൊക്കെയാണ് പരിപാടികൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളുടെ പരിപാടി ഈ കിടക്കുന്ന മെസ്സിയായ കിച്ചൺ ഒന്ന് വൃത്തിയാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, പിന്നെ വീട് ഒന്ന് ഒതുക്കി വെക്കണം. ഇന്നലെ ഒരു ദിവസം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുത്തു. കാരണം കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നല്ല ഓട്ടത്തിലായിരുന്നു. ഇന്നലെ ഒരു ദിവസം നല്ലപോലെ റെസ്റ്റ് എടുത്തത് കൊണ്ടാണ് കിച്ചൺ ആക്ച്വലി ഇത്രയും മെസ്സായിട്ട് കിടക്കുന്നത്. ആദ്യം നമുക്ക് കഴുകി മാറ്റി വെച്ച പാത്രങ്ങളെ ഒന്ന് അടുക്കി വൃത്തിയാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് പാത്രങ്ങൾ കഴുകി തുടങ്ങാം. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ മടി എന്ന് പറഞ്ഞ കാര്യം നമ്മൾ മനുഷ്യന്മാർക്ക് എവല്യൂഷണറി ആയിട്ട് കിട്ടിയ ഒരു സംഭവമാണ്. ഇന്നത്തെ ഒരു ജീവിത രീതി പോലെ ആയിരുന്നില്ലല്ലോ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന മനുഷ്യന്റെ ജീവിത രീതികൾ. അന്ന് ഈ വേട്ടയാടുന്ന പോലത്തെ പരിപാടികളൊക്കെ അത്യാവശ്യം നല്ല എനർജി എക്സ്പെൻഡിച്ചർ ഉള്ള പരിപാടിയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് മനുഷ്യന്മാർ എനർജി കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പേർപ്പസ്ഫുള്ളി റെസ്റ്റ് ചെയ്യുമായിരുന്നു. അതുമാത്രമല്ല, നമ്മുടെ ബോഡിയിലെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം തന്നെ ചെയ്യുന്ന ഒരു പരിപാടിയും കൂടെയാണ് ഈ കൺസർവേഷൻ മോഡ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഇടയ്ക്കൊക്കെ മടി പിടിച്ചിരിക്കുന്നതും നമ്മുടെ റുട്ടീൻസിൽ നിന്ന് ഓഫ് ആകുന്നതും ഒക്കെ നല്ലതാണെന്ന്. അങ്ങനെ ആദ്യത്തെ ഒരു സെറ്റ് പാത്രങ്ങൾ ഞാൻ കഴുകി മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയും പണികളുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ, റുട്ടീനിൽ നിന്ന് ഓഫ് എടുക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ അതങ്ങ് കണ്ടിന്യൂസ് ആയി പോയിട്ട് എന്റെ പേരൊന്നും പറഞ്ഞേക്കരുത്. ആദ്യത്തെ ഒരു സെറ്റ് പാത്രങ്ങൾ കഴുകിയതിന് ശേഷം നമുക്ക് ഈ സ്ലാബിന്റെ പുറം ഒന്ന് വൃത്തിയാക്കാം. കുടിക്കാനുള്ള വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നമുക്ക് വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റി വെക്കാം. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്നുള്ളതാണല്ലോ. പറയുന്ന കാര്യങ്ങൾ ശരിയാകാൻ പ്രായം ഒരു മാനദണ്ഡമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. മുതിർന്ന ആൾക്കാർക്കും ഒരുപാട് തെറ്റ് പറ്റാറുണ്ട്. ഇപ്പൊ ലേശം തന്ത വൈ പഠിച്ചു തുടങ്ങിയത് കൊണ്ടാണോ എന്നറിയില്ല. ഫോർ മീ നൗ ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് ടു മേക്ക് സെൻസ്. ഐ മീൻ നോട്ട് എവറിത്തിങ്, പക്ഷെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ അവർ പറഞ്ഞതിൽ ശരിയുണ്ടെന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. അതിലെ ഒന്നാണ് കീപ്പിംഗ് തിങ്സ് ഇൻ ഓർഡർ. അത് എന്നോട് എൻ്റെ അമ്മച്ചി, അതായത് എൻ്റെ അമ്മുമ്മയും കുഞ്ഞമ്മയും ഒക്കെ പണ്ട് ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. അത് ലേറ്റർ ഓൺ ഞാൻ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നപ്പോൾ എൻ്റെ ലൈഫ് ബെറ്റർ ആവുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ സ്ലാബിന്റെ പുറത്തിരുന്ന സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്ത് ഞാൻ എടുത്തു വെച്ചു. അവിടെ ഇവിടെയായിരുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് വീണ്ടും കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. സ്ലാബിന്റെ പുറം ഏകദേശം ഒന്ന് വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുടച്ചു മാറ്റി കഴിഞ്ഞാൽ സംഭവം ഇവിടെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഈ വൈപ്പർ ഉണ്ടല്ലോ, ഇത് ആക്ച്വലി അത്യാവശ്യം നല്ല ഹെൽപ്ഫുൾ ആണ് നമ്മുടെ ഈ സ്ലാബിന്റെ പുറം, ടേബിളിന്റെ പുറമൊക്കെ വൃത്തിയാക്കുമ്പോൾ. മാത്രമല്ല ഇത് ഭയങ്കര സാറ്റിസ്ഫൈങ്ങും ആണ്. ഇനി വാഷ് ബേസിനും കൂടെ കഴുകണം. അതും കൂടെ കഴിഞ്ഞപ്പോൾ കിച്ചൺ അത്യാവശ്യം നീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിന്റെ മറ്റു ഭാഗങ്ങളും കൂടെ വൃത്തിയാക്കാം. ഇതിപ്പോ ജസ്റ്റ് ഒരു നോർമൽ ക്ലീനിങ് റുട്ടീൻ ആണ് കേട്ടോ. ഇവിടെ ഡീപ്പ് ക്ലീനിങ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ക്രിസ്മസ് ഡെക്കോസ് നമ്മൾ ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നൊരു വീഡിയോയിൽ കാണിക്കാം. വീട്ടിൽ നമ്മൾ രണ്ടാൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ മുറിയിൽ ഇടയ്ക്ക് തുണി ഇങ്ങനെ അധികം കൂടി കിടക്കാറുണ്ട്. ഇന്ന് എന്തായാലും നമുക്കതങ്ങ് മടക്കി വെക്കാം. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ക്ലീനിങ് ആക്ച്വലി ഞാനും ഏട്ടനും കൂടെ ചെയ്യുന്ന ഒരു പണിയാണ്. ഇന്ന് പക്ഷെ ഞാൻ ഏട്ടനെ ഇങ്ങോട്ട് അടുപ്പിച്ചതേ ഇല്ല. ഇന്നലെ ഞാൻ റെസ്റ്റ് മോഡിലായതുകൊണ്ട് ഇന്ന് എനിക്ക് ഇത്തിരി പ്രൊഡക്റ്റീവ് ആയാലേ ഒരു സന്തോഷം കിട്ടുള്ളൂ. അതുകൊണ്ട് ഏട്ടനെ ഞാൻ ഇന്ന് ഇങ്ങോട്ട് അടുപ്പിച്ചതേയില്ല. ഏട്ടൻ ഓൾറെഡി വർക്കിന് കയറിയിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞിട്ടാണ് എനിക്കിന്ന് സെഷൻസ് ഒക്കെ ഉള്ളത്. അപ്പൊ പതിവ് പോലെ നമ്മളുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെയും ടാറ്റാ ബൈ ബൈ.